ഞാൻ നമ്മുടെ ദൈവമായ കർത്താവിന് ഹൃദയമായി നന്ദി അർപ്പിക്കുകയാണ്. പ്രത്യേകാൽ നമുക്ക് ഒരുമിച്ച് ദൈവത്തിന് ഒരു സ്തോത്രം ചെയ്യാം. ഇന്നലെ വൈകുന്നേരം ഏതാണ്ട് വെടിനിർത്തൽ സംഭവിച്ചു. അടുത്ത ദിവസത്തെ ചർച്ചയിൽ അത് പൂർണ്ണമായി സമാധാനമായി തീരുവാൻ കർത്താവ് സഹായിക്കട്ടെ. എങ്കിൽ ഇന്നലത്തെ ആ വെടിനിർത്തലിനെ ഓർത്ത് നമ്മുടെ ദൈവത്തിന് നമ്മുടെ കൈകളെ ഉയർത്തി മാറ്റമില്ലാത്ത ദൈവത്തിന്റെ വചന ചിന്തയിലേക്ക് നമ്മൾ കടന്നു പോവുകയാണ്. പ്രത്യേകിച്ച് ഇന്ന് പ്രകാരം നിങ്ങൾ ഒരു ആത്മീയ ഊഷ്മളതയോടെ ആയിരുന്നു ദൈവസന്നിധിയിൽ പാട്ടുകൾ പാടി ഇവിടെ ഇരുന്നത് എന്നുള്ള അറിവോടുകൂടി ഞാൻ അതുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലേക്ക് ഇന്ന് പ്രകാരം നിങ്ങളുടെ ഏവരുടെയും ശ്രദ്ധ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തില് ക്ഷണിക്കുകയാണ്. അപ്പോസ്തലനായ പൗലോസ് പല സ്ഥലങ്ങളിലൂടെ സഞ്ചരിച്ച് വേദപുസ്തക ചരിത്രത്തിൽ പ്രാധാന്യമുള്ള എഫെസോസ് എന്ന് പറയുന്ന പട്ടണത്തിൽ ചെന്ന് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായ ചില ആൾക്കാരെ അവിടെ വെച്ച് കണ്ടിട്ട് അവരോട് ഇങ്ങനെയാണ് ചോദിക്കുന്നത്: ഹാവ് യു റിസീവ് ദ ഹോളി സ്പിരിറ്റ് സിൻസ് യു ബിലീവ് ഇൻ ജീസസ് ക്രൈസ്റ്റ്? കർത്താവായ യേശുവിൽ നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു. ഇന്ന് പ്രകാരം എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ കർത്താവായ യേശുവിനെ വിശ്വസിച്ചിട്ട്, നമ്മൾ കർത്താവായ യേശുവിൽ വിശ്വസിച്ചിട്ട്, നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവാണ് നമ്മുടെ ജീവന്റെ എല്ലാം എന്ന് വിശ്വസിച്ചിട്ട് നാം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടേണ്ടതാണ്. അതെ, അതുകൊണ്ട് ഇന്ന് പ്രകാരം ആ ചോദ്യത്തെ പിൻവലിച്ച് നമ്മൾ ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാനായിട്ട് ഈ സമയം വിനിയോഗിക്കുകയാണ്. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യങ്ങൾ വായിക്കട്ടെ. അപ്പോസ്തലപ്രവൃത്തികളുടെ പുസ്തകം 19-ാം അധ്യായം അതിന്റെ 2-ാം വാക്യം: അവൻ അവരോട്, നിങ്ങൾ വിശ്വസിച്ച ശേഷം പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ എന്ന് ചോദിച്ചതിന് പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല എന്നവർ പറഞ്ഞു. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വത്സല്യമുള്ള ദൈവമകളെ, ആരെങ്കിലും നമ്മുടെ ഈ ലോക ആത്മീയ ജീവിത മേഖലയിൽ നമ്മളോട് ഈ ചോദ്യം ചോദിച്ചാൽ നമ്മുടെ മറുപടി ഇങ്ങനെയാകരുത്, നമ്മുടെ ഉത്തരം ഇങ്ങനെയാകരുത്, നമ്മുടെ തീരുമാനം ഇങ്ങനെയാകരുത്, നമ്മൾ പറയുന്നത് ഇങ്ങനെയാകരുത്. അവർ പറയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ട് എന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല, ഞങ്ങൾ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മളുടെ വിശുദ്ധ വേദപുസ്തകത്തിലൂടെ കടന്നുപോയാൽ നമ്മുടെ കർത്താവായ യേശു മത്തായി സുവിശേഷം 1-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ താൻ ജനിച്ചത് പരിശുദ്ധാത്മാവിലാണ്. ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 1-ാം വാക്യത്തിൽ അവൻ ആത്മാവിൽ നിറഞ്ഞു എന്ന് വായിക്കുന്നു. ലൂക്കോസ് 4-ാം അധ്യായം അതിന്റെ 14-ാം വാക്യത്തിൽ അവൻ ആത്മാവിന്റെ ശക്തിയോടെ പോയി. ഞാൻ വീണ്ടും ഓർപ്പിക്കട്ടെ, ജനിക്കുന്നത് പരിശുദ്ധാത്മാവിൽ, നിറയുന്നത് പരിശുദ്ധാത്മാവിൽ, ശക്തിപ്പെടുന്നത് പരിശുദ്ധാത്മാവിൽ. അങ്ങനെയെങ്കിൽ ഗലാത്യലേഖനം 5-ാം അധ്യായം 16, 17, 18, 19 ഈ വാക്യങ്ങളിൽ അപ്പോസ്തലനായ പൗലോസ് പറയണം, ആത്മാവിനാൽ നടത്തപ്പെടണം, ആത്മാവിനാൽ നയിക്കപ്പെടണം, ആത്മാവിനാൽ ജീവിച്ചു പ്രവർത്തിക്കണം. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒരു ദൈവ പൈതലിന്റെ ആത്മീയ ജീവിതത്തിലെ സാരം എന്താണെന്ന് ചോദിച്ചാൽ, ആ വ്യക്തി പരിശുദ്ധാത്മാവിൽ ജനിച്ച് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഈ ലോകത്തിൽ ജീവിച്ചാൽ തന്റെ ആത്മീയ ജീവിതം നേട്ടമായി തീരുമെന്ന് ഈ തരുണത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. എഫെസോസിലെത്തി യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരോട് നമ്മുടെ അപ്പോസ്തലനായ പൗലോസ് ചോദിക്കുകയാണ്, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? എന്നാൽ വാത്സല്യമുള്ള ദൈവമക്കളെ, വിശ്വാസമാണ് ആത്മാവിനെ പ്രാപിക്കുന്നതിന്റെ ആദ്യ പടിയെന്ന് കർത്താവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മുടെ ജീവിതത്തിൽ വിശ്വാസം അനിവാര്യമാണ് എന്നുള്ള കാര്യം കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ ഓർപ്പിക്കുകയാണ്. നമ്മുടെ കർത്താവായ യേശു ഈ ഭൂമിയിൽ വെച്ച് തന്റെ ശിഷ്യന്മാരോട് പറയുകയുണ്ടായി, ഞാൻ പോകുന്നത് നിങ്ങൾക്ക് പ്രയോജനം, ഞാൻ പോകാഞ്ഞാൽ കാര്യസ്ഥൻ നിങ്ങളുടെ അടുക്കൽ വരുന്നില്ല. ആ
അവൻ വന്ന് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും നിങ്ങൾക്ക് ബോധ്യം വരുത്തുമെന്ന് കർത്താവായ യേശു പറഞ്ഞു. ഞാൻ പോയാൽ മാത്രമേ അവൻ വരുത്തുള്ളൂ. യോഹന്നാന്റെ സുവിശേഷം 14 അധ്യായം 16, 17 വാക്യം, 15 അധ്യായം അതിന്റെ 36 വാക്യങ്ങളിലെല്ലാം അപ്പോസ്തലനായ ദൈവത്തിന്റെ ദാസന്മാരായ ഒരുമിച്ച് നിന്നുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആ വലിയ വാറ്റത്തിന് വേണ്ടി അവർ കാത്തിരുന്നതായി നമ്മൾ വിശുദ്ധ വേദപുസ്തകത്തിൽ വായിക്കുന്നു. എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി നിങ്ങൾ യെരൂശലേമിൽ നിന്ന് വാങ്ങിപ്പോകാതെ നിങ്ങൾ അവിടെ തന്നെ ആയിരിക്കണമെന്ന് കർത്താവായ യേശു പറഞ്ഞു. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, കർത്താവായ യേശു മരിച്ചടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് 40 നാളോളം ശിഷ്യന്മാർക്ക് പ്രത്യക്ഷപ്പെട്ടതിനു ശേഷം സ്വർഗത്തിലേക്ക് ആരോപണം ചെയ്യുമ്പോൾ യേശുവിനെ യാത്രയക്കുന്നത് തന്റെ ശിഷ്യന്മാരാണ്, തന്റെ സ്ത്രീയന്മാരാണ്, അപ്പോസ്തലന്മാരാണ്. ആ യാത്രയപ്പിന് ശേഷം അവർ ഒരുമിച്ച് യെരൂശലേമിൽ വന്ന് ഒരു മാളിക മുറിയിൽ കൂടിയിരിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് യേശുവിന്റെ ആരോപണത്തിന് ശേഷം ആദ്യമായി അവരിലേക്ക് വരുന്നത്. ആ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ പ്രാപിച്ചില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാണ്, നമ്മുടെ ആത്മീയം വ്യർത്ഥമാണ്, നമ്മുടെ ക്രിസ്തീയ ജീവിതം വ്യർത്ഥമാണ്, നമ്മുടെ പ്രതീക്ഷ വ്യർത്ഥമാണ്, നമ്മുടെ പ്രത്യാശ വ്യർത്ഥമാണ്. നമ്മുടെ കർത്താവിലേക്ക് പോകുമെന്നുള്ള നമ്മുടെ സംഭാഷണ ഉച്ചാരണങ്ങളെല്ലാം വ്യർത്ഥമാണ്. അതുകൊണ്ട് ഇത് പ്രകാരം കർത്താവിന്റെ നാമത്തിൽ ഞാൻ പറയട്ടെ, നമ്മൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നില്ല എങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യപ്പെടേണ്ടത് അനിവാര്യമാണ്. അങ്ങനെയെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ, പരിശുദ്ധാത്മാവ് എന്നത് ആരാണ്? നിങ്ങൾ ഉത്തരം പറയണം. ഒരു വ്യക്തിയാണോ ഒരു ശക്തിയാണോ? പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു കാരണവശാലും പരിശുദ്ധാത്മാവ് ശക്തിയല്ല. പല ആത്മീയ വിശ്വാസ കുളത്തിലുള്ളവരുടെയും വിശ്വാസത്തിന് പോരായ്മകളുണ്ട്, കുറവശങ്ങളുണ്ട്, തെറ്റുകളുണ്ട്. അവർ പലരും പറയുന്നത് പരിശുദ്ധാത്മാവ് ശക്തിയാണ് എന്ന്. എന്നാൽ പ്രിയ ദൈവമക്കളെ, വിശുദ്ധ വേദപുസ്തക പ്രകാരം പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്. ഒരു വ്യക്തിയാണെങ്കിൽ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും മനുഷ്യനെ ബോധ്യപ്പെടുത്തി മനുഷ്യനെ രക്ഷിച്ച് ദൈവമക്കളാക്കി തീർത്ത് മനുഷ്യരുടെ ദൈവിക രാജ്യത്തിലേക്കുള്ള യാത്രയിൽ അവരിൽ വാഴുവാൻ കഴിയത്തുള്ളൂ. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഹോളി സ്പിരിറ്റ് ഈസ് എ റിയൽ പേഴ്സൺ. പരിശുദ്ധാത്മാവെന്നത് ഒരു യഥാർത്ഥ വ്യക്തിയാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കുന്നു. റോമാലേഖനം 8 അധ്യായം 9 വാക്യം, 1 കൊരിന്ത്യർ ലേഖനം 3 അധ്യായം 16 വാക്യത്തിൽ സ്പിരിറ്റ് ഓഫ് ഗോഡ്, ദൈവത്തിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. 1 പത്രോസ് 1 അധ്യായം 11 വാക്യത്തിൽ സ്പിരിറ്റ് ഓഫ് ക്രൈസ്റ്റ്, ക്രിസ്തുവിന്റെ ആത്മാവ് എന്ന് പറഞ്ഞിരിക്കുന്നു. ആരാണ് പരിശുദ്ധാത്മാവ് എന്ന് ചോദിച്ചാൽ എന്തെങ്കിലും ഒരു മറുപടി പറയരുത്. അത് ദൈവത്തിന്റെ ആത്മാവാണ്, അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ആമേൻ. ക്രിസ്തുവിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല, ദൈവത്തിന്റെ ആത്മാവില്ലാത്തവൻ അവനുള്ളവരല്ല. അതുകൊണ്ട് ഒരാൾ ദൈവത്തിന്റെ വകയായി, ദൈവത്തിന്റെ മകനായി, ക്രിസ്തുവിന്റെ വകയായി, ക്രിസ്തുവിന്റെ മകനായി ഈ ഭൂമിയിൽ തന്റെ വിശ്വാസത്തിൽ നിലകൊള്ളുവാൻ കഴിയണമെങ്കിൽ അവന് ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ ആത്മാവാണെന്ന പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്നാൽ മാത്രമേ സാധ്യമാകൂ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ ആത്മാവ് സാധാരണ രീതിയിലുള്ള ഒരു പ്രവർത്തനം ചെയ്യുന്ന ആത്മാവല്ല എന്ന് കാണുവാൻ സാധിക്കുന്നു. യെശയ്യാവിന്റെ പ്രവചനം 11 അധ്യായം അതിന്റെ 2 വാക്യത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ, യെശയ്യാവിന്റെ പ്രവചന പുസ്തകം 11 അധ്യായം അതിന്റെ 2 വാക്യത്തിലേക്ക് നമ്മൾ കടന്നുപോയാൽ, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് ആവസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവ്, ആലോചനയുടെയും വീര്യത്തിന്റെയും ആത്മാവ്, പരിജ്ഞാനത്തിന്റെയും യഹോവ ഭക്തിയുടെയും ആത്മാവ്. ഈ ആത്മാവ്, പരിശുദ്ധാത്മാവ് നിസ്സാരമായ ഒന്നല്ല എന്ന് കർത്താവിന്റെ നാമത്തിൽ ഓർപ്പിക്കട്ടെ. അത് കർത്താവിന്റെ ആത്മാവാണ്, അത് ജ്ഞാനത്തിന്റെ ആത്മാവാണ്, അത് അറിവിന്റെ ആത്മാവാണ്, അത് ആലോചനയുടെ ആത്മാവാണ്, അത് ശക്തിയുടെ ആത്മാവാണ്, അത് തിരിച്ചറിവിന്റെ ആത്മാവാണ്, അത് ദൈവത്തെ ഭയപ്പെടുവാൻ മനുഷ്യനെ സഹായിക്കുന്ന ആത്മാവാണ്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാണ്, പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ആത്മാവാണ്, പരിശുദ്ധാത്മാവ് ക്രിസ്തുവിന്റെ ആത്മാവാണ്. ആ ആത്മാവ് ആലോചന പറഞ്ഞു തരുന്നു, ശക്തീകരിക്കുന്നു, വകതിരിവിനെ ഉണ്ടാക്കി തരുന്നു. നമ്മുടെ ജീവിതത്തെ ദൈവഭയത്തില് നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തോളം നടത്തുകയാണ്. ഈ ആത്മാവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അപ്പോസ്തലർ പ്രവൃത്തി 1 അധ്യായം 8 വാക്യം, 5 അധ്യായം 3 വാക്യം, ഇങ്ങനെയാണ് കർത്താവായ യേശു
തന്റെ ദാസന്മാരായ അപ്പോസ്തലന്മാരോട് പറഞ്ഞത്, പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേം, യഹൂദ്യ, ശമരിയ ഭൂമിയിലെ അറ്റത്തോളം നിങ്ങൾ സാക്ഷികളാകും. ആമേൻ. അത് പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയാകിയാൽ ആ വ്യക്തി നമ്മുടെ മേൽ വരുമ്പോൾ നമ്മൾ മാറ്റങ്ങൾ ഉണ്ടാകുന്നു, വ്യതിയാനങ്ങൾ ഉണ്ടാകുന്നു, വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നു, രൂപാന്തരങ്ങൾ ഉണ്ടാകുന്നു. നമ്മുടെ ഭാവ ജീവിത സ്വഭാവത്തെ പരിപൂർണമായി മാറ്റിമറിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവെന്ന ആത്മീയ വ്യക്തിത്വമുള്ള ആ വ്യക്തിക്ക് കഴിയും. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, ഒന്നാമത് സ്പിരിറ്റ് ഓഫ് ഹോളി, അത് വിശുദ്ധിയുടെ ആത്മാവാണ്. റോമാലേഖനം 8-ാം അധ്യായം അതിന്റെ 5-ാം വാക്യം വായിക്കുമ്പോൾ സ്പിരിറ്റ് ഓഫ് അഡോറേഷൻ നമ്മുടെ ജീവിതത്തെ വീണ്ടെടുക്കുന്ന ആത്മാവാണ്. പ്രിയ ദൈവമക്കളെ, ഒരു മനുഷ്യനെ വീണ്ടെടുത്ത് ഉദ്ധരിക്കുവാൻ, ദത്തെടുക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ മാത്രമേ കഴിയത്തുള്ളൂ. അതുകൊണ്ട് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മളെ ദത്തെടുത്തതുകൊണ്ടാണ് നമ്മൾ ദൈവഭവനത്തിലായിരിക്കുന്നത്. പിശാചിന്റെ ഭവനത്തിൽ നിന്ന് അവൻ നമ്മളെ ദത്തെടുത്തു. ഈ മാനുഷിക ലോകത്തിൽ നിന്ന് അവൻ നമ്മളെ ദത്തെടുത്തു. ഈ നശിച്ചു പോകുന്ന ഈ ലോകത്തിൽ നിന്ന് അവൻ നമ്മളെ ദത്തെടുത്തിരിക്കുകയാണ്. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ദൈവമക്കളായി തീരുവാൻ ഒന്നാമത് സ്പിരിറ്റ് ഓഫ് ഹോളി, രണ്ടാമത് സ്പിരിറ്റ് ഓഫ് അഡോപ്ഷൻ, മൂന്നാമത് സ്പിരിറ്റ് ഓഫ് കൗൺസിൽ, ആലോചനയുടെ ആത്മാവാണ്. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ വേണ്ട എല്ലാ ആലോചനകളും നൽകി നമ്മളെ മുന്നോട്ട് നയിക്കുവാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യമാണ്. യെശയ്യാപ്രവചനത്തിൽ ഇങ്ങനെ പറയുന്നു, നിങ്ങൾ വലത്തോട്ടോ ഇടത്തോട്ടോ നടക്കുമ്പോൾ വഴി ഇതാകുന്നു, ഇതിൽ നടന്നുകൊള്ളുന്നില്ലെന്ന് ആത്മാവിന്റെ ശബ്ദം നിങ്ങൾ പുറകിൽ കേൾക്കുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നമ്മുടെ വലത്തോട്ടുള്ള നമ്മുടെ യാത്ര, നമ്മുടെ ഇടത്തോട്ടുള്ള നമ്മുടെ യാത്ര, നമ്മുടെ മുന്നോട്ടുള്ള യാത്ര, അത് ആത്മാവിന്റെ നടത്തിപ്പുകാരൻ പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ ആയിരിക്കട്ടെ. അതുകൊണ്ട് ദൈവമക്കളെ, അത് വിശുദ്ധിയുടെ ആത്മാവാണ്, അത് ദത്തെടുക്കുന്ന ആത്മാവാണ്, അത് ആത്മാവിന്റെ ആത്മാവാണ്. അത് മാത്രമല്ല സ്പിരിറ്റ് ഓഫ് ഗൈഡിങ്, അത് നമ്മളെ നല്ലതുപോലെ മുന്നോട്ട് വേണ്ടവണ്ണ ശരിയായ അവസ്ഥയിൽ നടത്തുന്നു, നയിക്കുന്നു. ആമേൻ. ഗലാത്യലേഖനം 5-ാം അധ്യായം അതിന്റെ 16-17 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നു, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നു, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുന്നില്ല എന്ന് ഞാൻ പറയുന്നു. ജഡാഭിലാഷം ആത്മാവിനും ആത്മാവിന്റെ അഭിലാഷം ജഡത്തിനും വിരോധമായിരിക്കുന്നു. അതിന്റെ 18-ാം വാക്യം, ആത്മാവിനെ അനുസരിച്ച് നടക്കുന്നുവെങ്കിൽ നിങ്ങൾ ന്യായപ്രമാണത്തിന് കീഴിലുള്ളവരല്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നമ്മൾ ആത്മാവിനെ അനുസരിച്ച് നടക്കണം. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല, ഒരാളത്വമുള്ള ഒരു വ്യക്തിയാകിയാൽ ആ ആത്മാവിനെ നമ്മൾ അനുസരിച്ച് നടക്കണം. അത് പരിശുദ്ധിയുടെ ആത്മാവാണ്, അത് ദത്തെടുക്കുന്ന വീണ്ടെടുപ്പിന്റെ ആത്മാവാണ്, അത് ആലോചന ആത്മാവാണ്, അത് നിർദ്ദേശം നൽകുന്ന ആത്മാവാണ്. അത് മാത്രമല്ല എഫെസ്യലേഖനം 5-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ സ്പിരിറ്റ് ഓഫ് ഫില്ലിംഗ്, അത് നിറയ്ക്കുന്ന ആത്മാവാണ്, നിറവിന്റെ ആത്മാവാണ്. എഫെസ്യലേഖനത്തിൽ ഇങ്ങനെയാണ് വായിക്കുന്നത്, 5-ാം അധ്യായം 18 മുതൽ 20 വരെ, വീഞ്ഞു കുടിച്ച് മത്തരാകരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുന്നല്ലോ, ആത്മാവ് നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനെ പാടി സംസാരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നു. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, വിശുദ്ധിയുടെ ആത്മാവാണ്, വീണ്ടെടുപ്പിന്റെ ആത്മാവാണ്, ആരോഗ്യത്തിന്റെ ആത്മാവാണ്, നിർദ്ദേശം നൽകുന്ന ആത്മാവാണ്, നിറയ്ക്കുന്ന ആത്മാവാണ്. അത് മാത്രമല്ല യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായം അതിന്റെ 35-ാം വാക്യത്തിൽ സ്പിരിറ്റ് ഓഫ് ബേണിംഗ്, അത് ജ്വലിപ്പിക്കുന്ന ആത്മാവാണ്, നമ്മുടെ ജീവിതത്തെ ജ്വലിപ്പിക്കും. അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിന് എഴുതിയ തന്റെ 2-ാം ലേഖനം 1-ാം അധ്യായം 6-7 വാക്യങ്ങളിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് എന്റെ കൈവെപ്പിനാൽ നിന്നിലുള്ള ദൈവത്തിന്റെ കൃപാവനം ജ്വലിപ്പിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഒരു അഭിഷിക്ത ദൈവദാസന്റെ അടുക്കൽ വന്ന് ആ വ്യക്തിയോട് നമ്മൾക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ ആ വ്യക്തി നമ്മുടെ മേൽ കൈവെക്കുന്നതിന് ആശീർവാദമുണ്ട്, അനുഗ്രഹമുണ്ട്, ചൈതന്യമുണ്ട്, ശക്തിയുണ്ട്, ദൈവത്തിന്റെ നടത്തിപ്പുണ്ടതിൽ. ആമേൻ. ഇവിടെ പറയാണ്, എന്റെ കൈവെപ്പിനാൽ നിങ്ങളുള്ള ദൈവത്തിന്റെ കൃപാവരം ജ്വലിപ്പിക്കണം. നമ്മളിലുള്ള ആ വരങ്ങൾ ജ്വലിക്കണമെങ്കിൽ ദൈവത്തിന്റെ അഭിഷിക്ത കരം നമ്മുടെ മേൽ വരുന്നത് നല്ലതാണ്. നമ്മളിലുള്ള പരിശുദ്ധാത്മാവ് കത്തിക്കയറണമെങ്കിൽ ഒരു അഭിഷിക്തന്റെ കരം നമ്മുടെ മേൽ വരുന്നത് നല്ലതാണ്. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് യേശുവിന്റെ അടുക്കലേക്ക് മാതാപിതാക്കള്, പ്രത്യേകിച്ച് അമ്മമാര് കുഞ്ഞുങ്ങളെ കൊണ്ടുപോയിട്ട് പറഞ്ഞു, ഇവനെ തൊടണം.
ആമേൻ. ഇവന്റെ മേൽ കൈവെക്കണമെന്ന് പറഞ്ഞത് നിസ്സാരമല്ല. അടിക്കാനോ ഇടിക്കാനോ ഓടിക്കാനോ തല്ലിക്കൊല്ലാനോ അല്ല, അനുഗ്രഹിക്കാനാണ്. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, അപ്പോസ്തലനായ പൗലോസ് വ്യക്തമായി ഈ കാര്യങ്ങൾ പറയാണ്. തിമോഥെയോസിനോട് പറയാണ്. എന്താണ് പറയുന്നത് അറിയാമോ? വിശുദ്ധന്മാർ എല്ലാവരും കോപവും വാഗ്വാദവും വിട്ടകന്ന് വിശുദ്ധ കരങ്ങളെ ഉയർത്തി പ്രാർത്ഥിക്കണം. ആമേൻ. ഹല്ലേലൂയ. പ്രിയ ദൈവമക്കളെ, നമ്മുടെ മേൽ ദൈവം തന്നിരിക്കുന്ന അഭിഷേകത്തിന്റെ ശക്തി മറ്റുള്ള മേൽ പകരുവാൻ നമ്മൾ ആ വ്യക്തിയുടെ മേൽ കരം ഉയർത്തുകയാണ്, ആ വ്യക്തിയുടെ മേൽ കൈവെക്കുകയാണ്, ആ വ്യക്തിക്ക് അനുഗ്രഹം പകരുകയാണ്. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ശക്തിയുടെ ആത്മാവ് അത് പരിശുദ്ധാത്മാവാണ്, അത് വീണ്ടെടുപ്പിന്റെ ആത്മാവാണ്, അത് ആലോചനയുടെ ആത്മാവാണ്, അത് നിർദ്ദേശത്തിന്റെ ആത്മാവാണ്, അത് നിറയ്ക്കുന്ന ആത്മാവാണ്, അത് ജ്വലിക്കുന്ന ആത്മാവാണ്. അത് മാത്രമല്ല, സ്പിരിറ്റ് ഓഫ് ടേക്കിംഗ്, അത് എടുക്കുന്ന ആത്മാവാണ്. പ്രിയ ദൈവമകളെ, 1 തെസ്സലോനിക്കർ 4:13 മുതൽ ഇങ്ങനെ വായിക്കുന്നു. കർത്താവ് ഗംഭീരനാഥത്തോടും പ്രധാനത്തോടും ദൈവത്തിന്റെ കാലത്തോടും കൂടെ സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പ് ഉയർത്തെഴുന്നേൽക്കുന്നു. ശേഷം ജീവനോടെ ഇരിക്കുന്നവർ ഒരുമിച്ച് ആകാശമേഘങ്ങളിൽ കർത്താവിനെ എതിരേൽപ്പാൻ എടുക്കപ്പെടുന്നു. ഇവിടുന്ന് എടുത്തുകൊണ്ടുപോകുന്ന പരിശുദ്ധാത്മാവാണ്, മറ്റാരുമല്ല. നമ്മുടെ കർത്താവ് സ്വർഗത്തിൽ നിറഞ്ഞു വരുമ്പോൾ കല്ലറയിൽ നിന്നൊരു വിശുദ്ധൻ ഉയർക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ആ ചൈതന്യ സാന്നിധ്യ സ്പർശനം ആ വ്യക്തികളിൽ ഉണ്ടായിരിക്കണം. ഉയർത്ത് എഴുന്നേറ്റ് വരുന്ന വ്യക്തി, ജീവനോടെ ഇരിക്കുന്ന വ്യക്തി രൂപാന്തരപ്പെട്ട് ആകാശത്തിൽ കർത്താവിനെ കണ്ടുമുട്ടുവാൻ എടുക്കപ്പെടണമെങ്കിൽ അവിടെ പരിശുദ്ധാത്മാവിന്റെ പ്രവർത്തനം അനിവാര്യമാണ്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, സ്പിരിറ്റ് ഓഫ് ടേക്കിംഗ്, അത് എടുക്കുന്ന ആത്മാവുമാണ്, നമ്മളെ എടുത്തുകൊണ്ട് പോകും. ആമേൻ. പ്രിയ ദൈവമക്കളെ, നമുക്കറിയാം അപ്പോസ്തല പ്രവൃത്തി 8-ാം അധ്യായം 7-ാം അധ്യായം ഒക്കെ പഠിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ വ്യക്തമായി പറയുന്നുണ്ട്. ഒരു ഷണ്ടൻ യാത്ര ചെയ്ത് വഴിയിൽ വെച്ച് ഫിലിപ്പോസ് എന്ന് പറയുന്ന സുവിശേഷകനെ കണ്ടുമുട്ടി. അപ്പം ഈ ഫിലിപ്പോസ് നടന്നു പോവുകയാണ്. ഷണ്ടൻ ഒരു രാജ്ഞിയുടെ കാര്യവിചാരകനായ എത്യോപ്യ എന്ന് പറയുന്ന രാജ്ഞിയുടെ കാര്യവിചാരകനാണ്. അദ്ദേഹം വാഹന മൃഗത്തിലാണ് യാത്ര ചെയ്യുന്നത്. ഇങ്ങനെ വഴിയിൽ വെച്ച് കണ്ടുമുട്ടിയിട്ട് ഫിലിപ്പോസ് എന്ന് പറഞ്ഞ് നടന്നുപോയ സുവിശേഷകനോട് പറഞ്ഞു, എന്നോടൊപ്പം തേരിൽ കയറിയിരുന്ന് എനിക്ക് ഞാൻ കേട്ടതും അറിഞ്ഞതും ഞാൻ ചിന്തിക്കുന്നതും ആയ കാര്യങ്ങളെ കുറിച്ച് നീ എനിക്ക് പൊരുൾ തിരിച്ചു തരണം. പ്രിയ ദൈവമക്കളെ, അങ്ങനെ ഒരുമിച്ച് അവർ തേരിലൂടെ യാത്ര ചെയ്ത് ഒരു പുഴവക്കത്തെത്തി പൊരുൾ തിരിഞ്ഞപ്പോൾ ഷണ്ടൻ ചോദിക്കുകയാണ്, ഇതാ വെള്ളം ഞാൻ സ്നാനമേൽക്കുന്നതിന് എന്നും വിരോധം. ആ സമയത്ത് ഫിലിപ്പോസ് ചോദിച്ചു, നീ പൂർണ്ണ ഹൃദയത്തോടെ വിശ്വസിക്കുന്നെങ്കിൽ ആകാം. ഇരുവരും ഒരുമിച്ച് പുഴയിലിറങ്ങി ഫിലിപ്പോസ് ഷണ്ടനെ സ്നാനം കഴിപ്പിച്ചു. പ്രിയ ദൈവമക്കളെ, ലോകത്തിൽ ഒരു അത്ഭുതം ഇവിടെ കാണുവാൻ സാധിക്കുന്നു. ഉടുതുണി വസ്ത്രത്തോടെ പോയ ഫിലിപ്പോസ് ഒരുമിച്ച് വെള്ളത്തിലിറങ്ങി ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന ദൈവത്തിന്റെ ദാസനെ ഷണ്ടനെ സ്നാനപ്പെടുത്തി. ഷണ്ടൻ കയറി. തന്റെ യാത്ര ദൈർഘ്യമായ യാത്രയാണ്, എല്ലാ സജ്ജീകരണമാണ്, തനിക്കൊന്നിനും ഒരു കുറവില്ല. എന്നാൽ ഫിലിപ്പോസിന് ഒന്നുമില്ല. ഫിലിപ്പോസിന് ദൈവത്തിന്റെ ആത്മാവ് ആകാശത്തിലൂടെ കൊണ്ടുപോയി. ആമേൻ. പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, നനഞ്ഞ വസ്ത്രം അത് മാത്രമേ ഫിലിപ്പോസിന്റെ കൈമുതലായിട്ടുള്ളൂ. എന്നാൽ ഈ ലോകത്തിൽ ഒരു മനുഷ്യനെ കണ്ട് ഫിലിപ്പോസിനെ ഒരാക്ഷേപം പറയാതിരിക്കാൻ എന്റെ ദൈവം അവനെ ആകാശത്തിലൂടെ എടുത്തുകൊണ്ടുപോയി. ആ ദൈവമാണ് ആത്മാവായ ദൈവം. അതുകൊണ്ട് ഞാൻ പറയട്ടെ, ആത്മാവ് പരിശുദ്ധിയുടെ ആത്മാവാണ്, വീണ്ടെടുപ്പിന്റെ ആത്മാവാണ്, ആലോചനയുടെ ആത്മാവാണ്, നിർദ്ദേശത്തിന്റെ ആത്മാവാണ്, നിറയ്ക്കുന്ന ആത്മാവാണ്, ജ്വലിക്കുന്ന ആത്മാവാണ്, എടുക്കുന്ന ആത്മാവാണ്. അത് മാത്രമല്ല, സ്പിരിറ്റ് ഓഫ് ലൈഫ് ഗീവിംഗ്, ജീവനെ നൽകുന്ന ആത്മാവും കൂടിയാണ്. ആമേൻ. യോഹന്നാൻ സുവിശേഷം 6-ാം വാക്യത്തിൽ നമ്മുടെ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ജീവിപ്പിക്കുന്ന ആത്മാവാകുന്നു, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. ആമേൻ. ഹല്ലേലൂയ. നമ്മൾ ഈ ഭൂമിയിലെ എല്ലാ വസ്തുവകളും സമ്പാദിച്ച് മനോഹരമായ രീതിയിൽ സംരക്ഷിച്ച് സൂക്ഷിക്കുന്ന ഈ ശരീരം ഒരിക്കലും നമ്മളെ വിട്ട് ഒഴിഞ്ഞു പോകും, നമ്മുടെ ജീവനെ വിട്ട് ഒഴിഞ്ഞു പോകും. പിന്നീട് ആ ശരീരം ഒന്നിനും ഉപകരിക്കത്തില്ല. ആ ശരീരത്തെ രൂപാന്തരപ്പെടുത്തി തേജസ്സുള്ളതായി ഒരിക്കലും ഉപേക്ഷിച്ചു പോകാതെ, ഒരിക്കലും നഷ്ടപ്പെട്ടു പോകാതെ, ഒരിക്കലും നശിച്ചു പോകാതെ, ഒരിക്കലും മരണത്തിന് വിധേയമാകാത്ത അവസ്ഥയിൽ അതിനെ തനി സ്വർഗീയ മിശിഹായുടെ തേജസ്സേറിയ ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തിയിട്ടാണ് ഇവിടെ തന്നെ കർത്താവ് നമ്മളെ കൊണ്ട് പോകുന്നത്. ആമേൻ. അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്, മാംസം ഒന്നിനും ഉപകരിക്കുന്നില്ല. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കള്, പരിശുദ്ധാത്മാവ് നിസാരമല്ല. പരിശുദ്ധാത്മാവ് ഒരു ശക്തിയല്ല.
പരിശുദ്ധാത്മാവ് ഒരു യഥാർത്ഥ വ്യക്തിയാണ്. അത് ദൈവത്തിന്റെ ആത്മാവാണ്, അത് ക്രിസ്തുവിന്റെ ആത്മാവാണ്, അത് പരിശുദ്ധമായ ആത്മാവാണ്, അത് നീതിയുടെ ആത്മാവാണ്, ന്യായത്തിന്റെ ആത്മാവാണ്, വിവേകത്തിന്റെ ആത്മാവാണ്, അറിവിന്റെ ആത്മാവാണ്, പരിജ്ഞാനത്തിന്റെ ആത്മാവാണ്, ഇന്ദ്രിയ ജയത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവിന് ഫലങ്ങളുണ്ട്: സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ, ദയ, പരോപകാരം, വിശ്വസ്ത, സൗമ്യത, ഇന്ദ്രിയ ജയം. ഗലാത്യർ 5:22-23. പ്രിയ ദൈവമക്കളെ, ആത്മാവിന് എത്രയോ സവിശേഷതകളുണ്ട്, ആത്മാവിന് എത്രയോ ഗുണങ്ങളുണ്ട്, ആത്മാവിന് എത്രയോ നിലവാരമുണ്ട്, ആത്മാവ് എത്രയോ ഔന്നത്യമാർന്നതാണ്. അത് മനുഷ്യാത്മാവല്ല, ഈ ലൗകിക ലോകത്തിലെ ആത്മാവല്ല, ഈ ഭൂമിയിൽ വെച്ച് കാണുന്ന ഒരാത്മാവുമല്ല. ഒരമ്മയുടെ ഉദരത്തിൽ നിന്ന് ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിന് ജീവൻ നൽകുന്ന മനുഷ്യാത്മാവുമല്ല, അത് ദൈവത്തിന്റെ ആത്മാവാണ്. ആ ആത്മാവ് അത് ജീവിപ്പിക്കുന്ന ആത്മാവാണ്. ആമേൻ. അതുകൊണ്ട് പ്രിയ വാത്സല്യമുള്ള ദൈവമക്കളെ, ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ അനിവാര്യം. ഈ പരിശുദ്ധാത്മാവിനെയാണ് നമ്മുടെ ജീവിതത്തിൽ ആവശ്യം. അതുകൊണ്ടാണ് പൗലോസ് അപ്പോസ്തലൻ എഫെസോസില് യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരെ കണ്ടുമുട്ടിയിട്ട് അവരോട് ചോദിച്ചു, നിങ്ങൾ വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചു? അവർ പറയുകയാണ്, പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും ഞങ്ങൾ കേട്ടിട്ടില്ല. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന വാത്സല്യമുള്ള ദൈവമക്കളെ, ഇങ്ങനത്തെ ഒരു മറുപടി നമ്മുടെ ജീവിതത്തിന് സൃഷ്ടായുസിൽ ഒരിക്കലും മരണത്തിന് മുമ്പ് ഒരവസരത്തിലും ഉണ്ടാകരുത്. പരിശുദ്ധാത്മാവിനെ കുറിച്ച് ആരെങ്കിലും നമ്മളോട് അവലോകനം നടത്തിയാൽ, ഞാൻ പരിശുദ്ധാത്മാവിനെ വീണ്ടെടുപ്പ് നാളിന്റെ ആ പൂർണ്ണ രക്ഷയ്ക്ക് വേണ്ടി അഭിഷേകമായി, അച്ചാരമായി, മുദ്രയായി പ്രാപിച്ച് ഞാൻ ആ പരിശുദ്ധാത്മാവിനാൽ നടന്ന്, ആ പരിശുദ്ധാത്മാവിന്റെ വാക്കുകൾ കേട്ട്, ആ പരിശുദ്ധാത്മാവിനെ അനുസരിച്ച്, ആ പരിശുദ്ധാത്മാവിന്റെ നിറവിൽ ഈ വേദപുസ്തക പ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവൈദ്യരാണെന്ന് പറയുവാനുള്ള ഉറപ്പും ധൈര്യം നമുക്കുണ്ടാകട്ടെ. കേരളത്തിന്റെ കർത്താവ് നമ്മളെ സഹായിക്കുമാറാകട്ടെ. ആമേൻ.